മൈ യൂട്യൂബ് ചാനൽ. ഐ ആം അക്ഷയ. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് ഒരു അമ്പലത്തിലേക്ക് പോവാണ് ടെമ്പിൾ ഡേറ്റിന്. ഞാൻ മാത്രമല്ല, എൻ്റെ ചെക്കനുണ്ട്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്നിച്ചൊരു അമ്പലത്തിൽ പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല. എന്താ പോവാൻ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഇങ്ങനെ ലൂസ് ആയിരിക്കും കേട്ടോ എപ്പോഴും. എനിക്കാണെങ്കിൽ ഇത് മര്യാദയ്ക്ക് ഇടാനും അറിയില്ല. പിന്നെ ഇത് കണ്ടോ, വയൽപ്പാടത്തിൽ ഇങ്ങനെ സൺലൈറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പുഴ കണ്ടു. അങ്ങനെ പുഴ കടന്നു പോയി. നമ്മൾ ലാസ്റ്റ് കൊയിലാണ്ടി എത്തി. അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇട്ടിട്ട് നേരെ ഓനെ കാണിച്ചു കൊടുക്കുക. കാരണം ഞാൻ പറയാച്ച ചിലപ്പോൾ അമ്പലത്തിലേക്ക് എത്തലുണ്ടാവില്ല. പിന്നെ ഇതാ നമ്മൾ ഈ അമ്പലത്തിലേക്കാണ് പോകുന്നത്. കൊയിലാണ്ടി കൊല്ലത്തുള്ള ശ്രീ പിഷാരിക്കാവ് അമ്പലത്തിലേക്ക്. ഇവിടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് കണ്ടോ, നമ്മൾ പാർക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് ഒരു പൂ പോലത്തെ ഒരു സാധനം മരത്തിൽ കണ്ടതാണ്. നമ്മളവിടെ ഒന്ന് പാർക്കൊക്കെ ചെയ്ത് നേരെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോയി. മെയ് 1 നമ്മൾ പോയത്, അതായത് ഇന്നലെ. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ ആയിട്ടാണ് കയറുന്നത്. അപ്പോൾ ഞാൻ തൊഴുതിറങ്ങിയിട്ട് ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ചന്ദനം കിട്ടി. ചന്ദനം കുറച്ച് താഴെ വീണും പോയേ. പിന്നെ അവിടെ ചന്ദനം തൊടുന്ന കണ്ണാടിയാണ്. പിന്നെ നമ്മൾ ഈ ചന്ദനമൊക്കെ തൊട്ടിട്ട് ഇവിടെ ആൽമരമുണ്ട്, കുറേ ആൽമരമുണ്ട്. അതിലൊരു ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നു. ഇത് കണ്ടു ഗൈസ്, സൺകിസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് കണ്ടോ, ആന. ഇത് ഒറിജിനലൊന്നും അല്ല, ഞാനൊരു കൗതുകം, എനിക്ക് കണ്ടപ്പോൾ ഒരു തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരിതുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഇതാ വഴിയോരത്തൊക്കെ നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കുഞ്ഞായപ്പോൾ ആണെങ്കിൽ ഇവിടെ കയറി എല്ലാ സാധനങ്ങളും വാങ്ങിയേനെ. പിന്നെ നമ്മളിതാ ഒരു ഹോട്ടലിൽ കയറി, തമിഴ്നാട് ടച്ചുള്ളൊരു ഹോട്ടൽ. അവിടെ കയറി. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. ഒരു മസാല ദോശ ഓർഡർ ചെയ്ത് എത്ര നേരമാണെന്ന് വെച്ചാൽ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ ചേച്ചി കൊണ്ടുവരുന്നുണ്ടപ്പോൾ എനിക്കാന്ന് കേട്ടോ, അതെനിക്കല്ലേന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് കൊണ്ട് തന്നു. പിന്നെ ഇതാ ഞാൻ അത് കഴിക്കുകയാണ് കേട്ടോ. മസാല ദോശ ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ കഴിച്ച് പിന്നെ ചായ കുടിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ഓക്കെ. പക്ഷെ മസാല ദോശ ഒന്നും പറയാനില്ല, അടിപൊളി. അങ്ങനെ അതൊക്കെ കുടിച്ച് എന്താ പറയുക, വയറിനും മനസ്സിനും തൃപ്തിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഹാർബറിലേക്കാണ് കേട്ടോ. എന്തായാലും കൊയിലാണ്ടി വന്നതല്ലേ, അപ്പോൾ നല്ല ഫ്രഷ് മീനെല്ലാം വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നേരെ അങ്ങോട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഹാർബറിലൊക്കെ പോയി മീനൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഹാർബറിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോഴേ വലിയ പിടയ്ക്കുന്ന സ്രാവ്, വലിയ വലിയ മീനുകൾ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനത്തെ ഒന്നിനെയും ഞാൻ അവിടെ കണ്ടില്ല. അതാണ് ഒരു 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 ഇത്. പിന്നെ നമ്മൾ അവിടെ എത്തി. അവിടെ എന്താ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ടില്ല, കാരണം നല്ല വെയിലും ചൂടുമല്ലേ. അപ്പോൾ അവിടെയുള്ളവരൊക്കെ ഇവളെന്താ ഇങ്ങനെ ദൂരാത്തെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇവിടെ തോന്നലായിരിക്കും. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഈ വെള്ളത്തിൽ ഞാൻ വിചാരിച്ചു താറാവിനെ ഈ കടലിട്ട് എന്താന്ന്, ഇത് നീർക്കാക്കി അങ്ങനെ എന്തോ സംഭവമായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കുറേ നേരം നിന്ന്. നല്ല രസമല്ലേ, നമ്മൾ ആദ്യമായിട്ട് കാണും. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമല്ലോ. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. കുറേ പേരുണ്ട് മീനൊക്കെ കച്ചവടമാക്കാനൊക്കെ വന്നത്. ഈ മീനുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഞണ്ട് വേണം, കൊഞ്ച് വേണം, കല്ലുമ്മക്കായി വാങ്ങണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഒടുക്കത്തെ വില എന്ന് വെച്ചാൽ ഒടുക്കത്തെ വില. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ കല്ലുമ്മക്കായി കൊണ്ടിട്ട് കൊതിയാവുക. പിന്നെ ഇത് കണ്ട് ഈ കൊട്ടയിലുള്ള മീനാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയരികിൽ 2 കുട്ടികൾ ഈ സാധനം വിൽക്കുന്നത് കണ്ടേ. നല്ല തണുപ്പുള്ള ഒരു എന്താ പറയുക, മുന്തിരി ജ്യൂസും ഒരു പൈനാപ്പിൾ ജ്യൂസും. അപ്പം നമ്മളൊരു വയലിൻ്റെ സൈഡിൽ ഇത് നിർത്തിയിട്ട് ഇത് കുടിക്കാൻ നോക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയാണോ ഞാൻ പറയുന്നത്. എനിക്ക് മുന്തിരി ജ്യൂസ് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പൈനാപ്പിൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അതാണ് എൻ്റെ മുഖത്ത് ഈ ഒരു എക്സ്പ്രഷൻ വന്നത്. പിന്നെ അതൊക്കെ കുടിച്ച് പിന്നെ എന്താ പറയുക, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.